നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈക്കം മണ്ഡലത്തിൽ സിറ്റിംഗ് MLA CK ആശ മത്സരിച്ചേക്കില്ല. 2 ടേം വ്യവസ്ഥ പൂർത്തിയാവുന്നതിനാലാണ് തീരുമാനം. ആശയ്ക്ക് പകരം CP ജില്ലാ കൌൺസിൽ അംഗം P പ്രദീപിനെ പരിഗണിക്കും. UDF മണ്ഡലത്തിൽ പുതുമുഖത്തെ തേടുന്നുണ്ട്. കഴിഞ്ഞ തവണ മത്സരിച്ച സനീഷിനെ പരിഗണിക്കാനും നീക്കമുണ്ട്. BDJSൽ നിന്നും വൈക്കം സീറ്റ് ഏറ്റെടുക്കാനാണ് BJPയുടെ ശ്രമം. അഖിൽ കെ വിവരങ്ങളുമായി. അഖിൽ, CK ആശ മത്സരിക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പിക്കുകയാണോ? സ്മൃതി, അങ്ങനെ തന്നെ കരുതേണ്ടി വരും. 2 ടൈം പൂർത്തിയായതുകൊണ്ട് തന്നെ മറ്റൊരാൾ CK ആശ അല്ലാതെ മറ്റൊരാളെ മത്സരിപ്പിക്കാവുന്ന ഒരു നീക്കത്തിലേക്ക് CPM പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ CPS പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ B പ്രദീപിന്റെ പേര് ഉന്നയിക്കുന്നത്. അതായത് CPയുടെ കോട്ടയം ജില്ലാ കൌൺസിൽ അംഗം കൂടിയാണ്, വൈക്കം സ്വദേശിയുമാണ്. ഒപ്പം തന്നെ അതായത് ഈ കഴിഞ്ഞതിനും ഏറ്റവും ആദ്യം CK ആശ വരുന്ന സമയത്ത് പ്രദീപിന്റെ പേരും CK ആശയ്ക്കൊപ്പം പരിഗണിക്കപ്പെട്ടിരുന്നു. പിന്നീടാണ് പ്രദീപിനെ മാറ്റിയാണ് CK ആശയെ സ്ഥാനാർത്ഥിയാക്കുന്നത്. അത്തരത്തിൽ സാധ്യത നിൽക്കുമ്പോൾ 2 ടേം കഴിയുന്ന ആ വ്യവസ്ഥ CPയുടെ വ്യവസ്ഥ കൂടി അവസാനിക്കുന്നതുകൊണ്ട് തന്നെ P പ്രദീപിലേക്ക് കാര്യങ്ങൾ ആലോചനകൾ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ സാധ്യതയും P പ്രദീപ് തന്നെ സ്ഥാനാർത്ഥിയുള്ള സാധ്യതകൾ തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. അതേസമയം UDFലും NDAയിലും അല്ലെങ്കിൽ ആര് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയോ തീരുമാനം എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോൾ പുതുമുഖങ്ങളെ പരിശോധിക്കാൻ കഴിഞ്ഞ 2 തവണ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയതുകൊണ്ട് തന്നെ UDFൽ പുതുമുഖങ്ങളെ പരിഗണിക്കാൻ അല്ലെങ്കിൽ പുതുമുഖങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്കാണ് എന്തായാലും വൈക്കത്ത് തിരയുന്നത്. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് തന്നെ മത്സരിപ്പിക്കാനുള്ള സാധ്യതകളുമുണ്ട്. എന്തായാലും പുതുമുഖങ്ങൾ വരട്ടെ എന്നൊരു നീക്കം, അല്ലെങ്കിൽ പുതിയ ആളുകൾ ആരെങ്കിലും വരട്ടെ എന്നൊരു നടപടിയിലേക്ക് എന്തായാലും UDF പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, വൈക്കത്ത് NDAയിലാണ്. NDAയിൽ അതായത് ശരി